ശ്രീമതി കെ കെ രമ ഇപ്പോൾ കിട്ടിയ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത താങ്കൾക്ക് കൂടി അല്പം വേദന ഉളവാക്കുന്ന വാർത്ത കൂടിയായിരിക്കും. ടി പി കേസ് പ്രതികൾക്ക് ശിക്ഷാ ഇളവിന് സർക്കാർ നീക്കം നടത്തുന്നു എന്നുള്ളതാണ്. ടി കെ രജീഷ്, ഷാഫി, സിജിത്ത് എന്നിവരുടെ ശിക്ഷയിൽ ഇളവ് നൽകാനാണ് സർക്കാർ തീരുമാനം. ഇതിനായി റിപ്പോർട്ട് തന്നെ നൽകിയിരിക്കുന്നു. പോലീസ്, ജയിൽ സൂപ്രണ്ട് പോലീസ് റിപ്പോർട്ട് തേടിയിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് കത്തിന്റെ പകർപ്പ് സഹിതം പുറത്തുവിട്ടിരിക്കുന്നത്. എങ്ങനെ പ്രതികരിക്കുന്നു താങ്കൾ ഈ വാർത്തയോട്? ടി പി കേസ് പ്രതികൾക്ക് കുറെ കാലമായി സർക്കാർ എല്ലാവിധ സഹായങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോ വളരെ പ്രത്യേകമായ ഒരു സാഹചര്യമാണുള്ളത്. ഇത് ഹൈക്കോടതിയുടെ പ്രത്യേക വിധി വന്നിട്ടുണ്ട്. ഇവർക്ക് പ്രതികൾക്ക് യാതൊരു കാരണവശാലും റെമിഷൻസ് കൊടുക്കാൻ പാടില്ല എന്നുള്ളത്. അതിൽ ഈ പറഞ്ഞ പ്രതികൾക്കുൾപ്പെടെ അവരുടെ ശിക്ഷ ഇരട്ട ജീവപര്യന്തമാക്കി മാറ്റിയ സാഹചര്യമുണ്ട്. ആ സമയത്ത് അവർക്ക് ശിക്ഷ ഇളവ് നൽകരുത് എന്നുള്ളത് ഹൈക്കോടതിയും പറഞ്ഞിരിക്കാം. അതിനെ മറികടന്നുകൊണ്ടാണ് ഇപ്പൊ ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് സർക്കാർ പോയിരിക്കുന്നത്. ശ്രീമതി രമ, ഇത്തരമൊരു തീരുമാനത്തിലേക്ക്, പ്രത്യേകിച്ച് താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ഇരട്ട ജീവപര്യന്തമാക്കിയ സാഹചര്യത്തിൽ ഇത്തരമൊരു ഇളവ് അനുവദിക്കരുതെന്ന് ഹൈക്കോടതി പറഞ്ഞ സാഹചര്യത്തിൽ ഇത് പ്രഥമ ദൃഷ്ട്യാ ഹൈക്കോടതി ഉത്തരവിന്റെ ലംഘനമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ നിയമപരമായി നീങ്ങാനുള്ള നടപടികളിലേക്ക് കടക്കുമോ RMP? തീർച്ചയായിട്ടും അത് നിയമപരമായിട്ട് തന്നെ ഞങ്ങൾ മുന്നോട്ട് പോകും. ഞങ്ങളുടെ വക്കീലുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഇത് കോടതി ലക്ഷ്യം കൂടിയാണിത്. കോടതി വിധിക്ക് എതിരായിട്ട് ഇത്തരത്തിലൊരു നീക്കം സർക്കാർ നടത്തുന്നു എന്ന് പറയുന്നത് കോടതി വിധികളെ പോലും ഞങ്ങൾ മാനിക്കുന്നില്ല, ഞങ്ങൾക്ക് അതൊന്നും ഒരു പുല്ലുവിലയാണ് എന്നാണ് സർക്കാർ പറയുന്നത്. ഇതിന്റെ ഭാഗമായിട്ടാണ് നേരത്തെ ഇതുപോലെ റെമിഷൻസ് കൊടുക്കാനുള്ള നീക്കം സർക്കാർ നടന്നിരുന്നു. അന്ന് വലിയ തോതിലുള്ള പ്രതികരണങ്ങൾക്ക് ഉയർന്നു. അതിന്റെ ഭാഗമായിട്ട് തൽക്കാലം അത് മരവിപ്പിച്ചതാണ്. ഇപ്പോൾ അത് വീണ്ടും സർക്കാർ അതിന്റെ നീക്കം നടക്കുകയാണ്. ഇതിൽ 3 പ്രതികളാണ് ഇപ്പോ മുഹമ്മദ് ഷാഫിയും ടി കെ രജീഷും അണ്ണൻ സിജിത്തും 3 പ്രതികൾക്കാണ് ഇപ്പൊ റെമിഷൻസ് നൽകാനുള്ള നീക്കം നടക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് ഞങ്ങളോടൊക്കെ റിപ്പോർട്ട്, അതിന്റെ പ്രതികരണങ്ങൾ പോലീസ് വന്ന് അന്വേഷിച്ചിരുന്നു, കാര്യങ്ങൾ തേടിയിരുന്നു. ശ്രീമതി കെ കെ രമ, ഇപ്പോൾ മുൻ ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞതുപോലെ തന്നെ എത്രത്തോളം പ്രിയപ്പെട്ടവരാണ് ഈ പ്രതികൾ സർക്കാരിന് എന്നുള്ളത് പല ഘട്ടങ്ങളിൽ നമുക്ക് വ്യക്തമായതാണ്. പലതരത്തിലുള്ള ഇളവുകൾ, പരോളടക്കം നൽകാനുള്ള നീക്കങ്ങളൊക്കെ നടന്നത്, നൽകിയതടക്കമുണ്ട്. ഇപ്പോൾ 3 പേർക്ക് ഇത്തരത്തിലുള്ള ഇളവിന് നീക്കം നടക്കുന്നു എന്ന് പറയുമ്പോൾ വളരെ പ്രിയപ്പെട്ടവരാണ് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം. സർക്കാരിന് വേണ്ടപ്പെട്ട ആളുകളാണ്. അവരെ പുറത്തിറക്കേണ്ടത് സർക്കാരിന് കൂടെ ആവശ്യമായി മാറിയിരിക്കുന്നു എന്നുള്ളൊരു സാഹചര്യം. പരസ്യമായ നിയമലംഘനം, ഇതിൽ നിയമപരമായി മുന്നോട്ട് നീങ്ങുക എന്നതിനപ്പുറം എന്താണ് ചെയ്യാനുള്ളത്? അതിനെ നിയമപരമായും രാഷ്ട്രീയമായും നേരിടുക എന്നുള്ളതേ നമുക്കൊക്കെ ചെയ്യാൻ സാധിക്കുള്ളൂ. സർക്കാർ ഇവരുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതാണ്. സർക്കാർ എപ്പോഴും ഏറ്റവും വഴിവിട്ട പരോളും അതുപോലെ തന്നെ എല്ലാ ആനുകൂല്യങ്ങളും അനുഭവിച്ചുകൊണ്ടാണ് ഈ പ്രതികൾ മുന്നോട്ട് പോകുന്നത്. അവർ ജയിലിൽ കഴിഞ്ഞതിനെക്കാട്ടും കൂടുതൽ സമയം പുറത്തായിരിക്കും കഴിഞ്ഞത്. കോവിഡ് സമയത്ത് ഏകദേശം 1.5 വർഷത്തോളം ഇവർ പുറത്തായിരുന്നു. അല്ലാത്ത സമയങ്ങളിലും ഏറ്റവും കൂടുതൽ പരോൾ ലഭിച്ച പ്രതികളാണ് ഇവരൊക്കെ. അപ്പോൾ ഇവർക്ക് വേണ്ടിയിട്ടാണ് സർക്കാർ നിലകൊള്ളുന്നത്. അതനുസരിച്ചുള്ള കാര്യങ്ങളാണ് എല്ലാ സമയത്തും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സർക്കാർ ഇത്തരം വിഷയങ്ങൾക്കെതിരെ രാഷ്ട്രീയമായും നിയമപരമായും പോരാടുക എന്നതേ ഞങ്ങളെപ്പോലുള്ള ആളുകൾക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അധികാരവും നിയമവും ഭരണവും കയ്യിലുള്ള ആളുകൾക്ക് എന്തും ചെയ്യാമെന്ന സ്ഥിതിയാണല്ലോ നമ്മുടെ നാട്ടിൽ. അതാണല്ലോ ഇക്കാര്യത്തിൽ വീണ്ടും വീണ്ടും സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നത്.